നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ ഇന്നത്തെ ദിവസം സംഭവ ബഹുലമായിരുന്നു. സൂപ്പറായിരുന്ന ദിവസം. അടികളും കണ്ടന്റുകളുടെ ചാകരയായിരുന്നു. ഒരുപാട് കണ്ടന്റുകൾ ഉണ്ടായി, ഒരുപാട് വിഷയങ്ങൾ ഇന്നുണ്ടായി. നമുക്ക് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. നമുക്ക് ഓരോരുത്തരെ ആയി ടോപ്പ് 1 തൊട്ട് തുടങ്ങാം. ഇന്ന് ടോപ്പ് 1-ൽ ആര് നിന്നു, അങ്ങനെ എല്ലാ മത്സരാർത്ഥികളെ കുറിച്ചും നമുക്ക് സംസാരിക്കാം. ആദ്യം നമുക്ക് എടുത്തു പറയാനുള്ള ഒരു പേര്, ഈ തുടർച്ചയായ 4ാമത്തെ ദിവസം ആയപ്പോഴും ഇവിടെ ടോപ്പ് 1-ൽ നിൽക്കുന്ന മറ്റാരുമല്ല, അത് ഷിജോ തന്നെയാണ്. ഷിജോ എല്ലാ മേഖലകളിലും തന്റെ സജീവ സാന്നിധ്യം ഇന്നും നമുക്ക് കാണാൻ സാധിച്ചു അല്ലെ. ഇന്ന് നമ്മുടെ ഈ പറയുന്ന ചലഞ്ച് ടാസ്കിലായിക്കോട്ടെ, അവിടെ വളരെ മനോഹരമായിട്ട് മറ്റൊരു കണ്ടസ്റ്റന്റും തന്റെ മുന്നിൽ പോലും എത്തില്ല, ആ ലെവലിൽ സംസാരിച്ചു നിൽക്കാൻ ഷിജോയ്ക്ക് കഴിഞ്ഞു. നല്ല അക്ഷര സ്ഫുടതയോടുകൂടി ഷിജോ സംസാരിച്ചിട്ടുണ്ട്. എല്ലായിടത്തും ഗെയിം പ്ലാനുകൾ പിന്നീട് എന്താണ് കൊണ്ടുവരുന്നത്. ഇന്ന് തന്നെ ഈ പറയുന്ന ചലഞ്ച് ടാസ്കിൽ സംസാരിച്ചതിന് പുറമെ എല്ലാം പെട്ടെന്ന് തീരുമാനിച്ചുകൊണ്ട് മറ്റേ ടീമുമായി ടൈപ്പ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന എതിർ ടീമിനെ പുറത്താക്കാനൊക്കെ അവനാണ് എന്ത് ചെയ്തത്, അവിടെ ഇനിഷ്യേറ്റ് എടുത്തത് ആരാണ്? ഷിജോ ആണ്. അപ്പൊ എല്ലാ മേഖലകളിലും ഇന്നും സർവ്വസാന്നിധ്യമായ അല്ലെങ്കിൽ സർവാധിപത്യം. ഇപ്പോൾ അവിടുത്തെ കിങ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ണു അടച്ചുകൊണ്ട് പറയാൻ പറ്റും, അത് ഷിജോ തന്നെയാണ്. അത് വോട്ടിങ്ങിലും നല്ല രീതിയിൽ പ്രതിഫലിക്കുന്നുണ്ട്. അതിപ്പം യൂട്യൂബ് പോൾ ആയിക്കോട്ടെ, ഈ പറയുന്ന അൺഒഫീഷ്യൽ പോൾ ആയിക്കോട്ടെ, അവിടെയെല്ലാം ഷിജോയുടെ ആധിപത്യം നമുക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. 2ാം സ്ഥാനം ഞാൻ പറയാതെ ജാസ്മിനാണ്. ഒട്ടും വിട്ടുകൊടുക്കാതെ, ഷിജോയ്ക്ക് ഒട്ടും വിട്ടുകൊടുക്കാതെ പെൺപുലിയായിട്ട് ജാസ്മിൻ വളരുന്നുണ്ട്. എല്ലാ മേഖലയും അവിടെ നിൽക്കുന്ന ഈ പെണ്ണുങ്ങൾക്ക് മൊത്തം നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ആരും ചോദിച്ചാൽ ഈ പറയുന്ന ജാസ്മിൻ തന്നെയാണ്. ജാസ്മിന് ഗെയിമിനെ കുറിച്ച്, ബിഗ് ബോസിനെ കുറിച്ച് നല്ല രീതിയിലുള്ള അറിവുണ്ട്. ഏത് രീതിയിൽ സംസാരിക്കണമെന്നറിയാം. അതെല്ലാം ജാസ്മിന് വളരെ കൃത്യമായിട്ടറിയാം. വളരെ കൃത്യമായിട്ട് സംസാരിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? ജാസ്മിനുണ്ട്. അതിപ്പം ഈ പറയുന്ന എന്തിലായിക്കോട്ടെ, ഈ പറയുന്ന ചലഞ്ച് ടാസ്കിലായിക്കോട്ടെ, അവിടെയും ഷിജോ കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നല്ല രീതിയിൽ സംസാരിച്ച് മറ്റാരും ജാസ്മിനാണ്. അപ്പം ഒരു 2ാം സ്ഥാനം ഇപ്പോൾ നിൽക്കുന്ന, പിന്നീട് നമ്മൾ ഈ ടോപ്പ് 5 നോക്കിയാൽ 2ാം സ്ഥാനം ഞാൻ ഉറപ്പായിട്ട് ജാസ്മിനും കൊടുക്കും. ഒട്ടും മോശമല്ല. ഷിജോയ്ക്ക് ഷിജോയുടെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു മത്സരാർത്ഥി കൂടിയാണ് ജാസ്മിൻ. അതുമല്ല, മറ്റൊരു കാര്യം നമ്മൾ ഓർക്കണം, ഈ ജാസ്മിൻ അവരുടെ ഒപ്പണന്റ്, അതായത് ഷിജോ ആയിക്കോട്ടെ, ഈ പറഞ്ഞ റോക്കി ആയിക്കോട്ടെ, അവരുടെ എല്ലാം കട്ടയ്ക്ക് എതിർക്കുന്നുണ്ട്. താൻ പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. അതിന് ന്യായീകരണങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഒരിടത്തും വിട്ടുകൊടുക്കുന്നില്ല. പിന്നെ ഈ പറയുന്ന ജാസ്മിൻ ഒരു നെഗറ്റീവ് വശം എന്ന് പറയുന്നത്, ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ലവ് ട്രാക്ക് അല്ലെങ്കിൽ ലവ് സ്ട്രാറ്റജിയിലേക്കാണ് ഈ പറയുന്ന ജാസ്മിൻ പോകുന്നത് എന്നൊരു ചിന്ത ഈ പറയുന്ന നമ്മളെ ഈ ഏഷ്യാനെറ്റ് വരെ അത് പ്രൊമോട്ട് ചെയ്യുന്നത്. ഏഷ്യാനെറ്റിന് പല കാര്യങ്ങളും സൂം ചെയ്ത് നമ്മളെ കാണിക്കുന്നുണ്ട്. ഇതാ നോക്കിക്കോ, അവർ തമ്മിൽ ലവ് ആണ്, അവർ തമ്മിൽ പ്രണയത്തിൽ പെടാൻ പോകുന്നു എന്ന് പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആരെ? ഈ പറയുന്ന ഏഷ്യാനെറ്റ്. കാരണം ഏഷ്യാനെറ്റിന് അതാണ് വേണ്ടത്. അപ്പൊ അത് അല്ല എന്ന് തെളിയിക്കേണ്ടതും ജാസ്മിൻ തന്നെയാണ്. മനസ്സിലായോ? ഇനിയിപ്പോ ജാസ്മിൻ അവനോട് പ്രണയം ഉണ്ടെങ്കിലും അത് വലിയ തെറ്റൊന്നുമല്ല. ഈ പറഞ്ഞില്ലേ, ആ ഒരു നെഗറ്റീവ് മാത്രമേ എനിക്ക് ജാസ്മിന്റെ ഇതിൽ തോന്നുന്നുള്ളൂ. ഇനി 3ാം സ്ഥാനം ആരെന്ന് ചോദിച്ചാൽ ഞാൻ പറയും രതീഷ് എന്ന് പറയും. രതീഷ് ഒരു കണ്ടന്റ് മേക്കറാണ്. ഒരുപാട് കണ്ടന്റുകൾ പുള്ളി അത് ചെയ്യുന്നുണ്ട്. ഒരുപാട് കണ്ടന്റുകൾ പല രീതിയിലായിട്ട് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ആ കണ്ടന്റുകളെല്ലാം ഈ പറയുന്ന നെഗറ്റീവ് കണ്ടന്റുകളാണെങ്കിൽ കൂടി കണ്ടന്റുകൾ കൊണ്ടുവരുന്നു. ഒരു പട്ടി ഷോ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് പ്രേക്ഷകരുടെ ഇടയിൽ പുള്ളി ഒരു കോമാളിയായി ഒരു പട്ടി ഷോ കാണിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കൂടിയും ഏഷ്യാനെറ്റ് അല്ലെങ്കിൽ ഈ ഷോയ്ക്ക്, ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയ്ക്ക് നല്ലതാണ്. മനസ്സിലായോ? ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയ്ക്ക് ഇങ്ങനെ ഈ പറയുന്ന പട്ടി ഷോ കാണിച്ചിട്ടാണെങ്കിലും കണ്ടന്റുകൾ കൊണ്ടുവരുന്നുണ്ട്. ഇങ്ങനെ കാണിക്കുന്ന ഒരു പട്ടി ഷോയിൽ നിന്ന് പലർക്കും കണ്ടന്റുകൾ കിട്ടുന്നുണ്ട്, പലവരും ആക്റ്റീവ് ആകുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പൊ ഇത് തന്നെ എന്താണ് പറഞ്ഞത്, ഇന്ന് പിന്നെ ഈ പറയുന്ന ഞാൻ കിറ്റ് ചെയ്യുന്നു എന്നുള്ള നാടകം നടത്തുന്നു, അത് ചീറ്റിപ്പോകുന്നു, ഈ പറഞ്ഞ നാണം കെട്ട് പട്ടിയെ പോലെ തിരിച്ചു വരുന്നു, അതിനെയും പുള്ളി ന്യായീകരിച്ച് റെഡിയാക്കുന്നു. മനസ്സിലായോ? അവിടെ പുള്ളിക്ക് നാണക്കേടോ കാര്യങ്ങളോ ഒന്നുമില്ല. പുള്ളി എല്ലാം പറഞ്ഞ് ഞാൻ വില്ലനാണ്, അല്ലെങ്കിൽ ഞാൻ തെണ്ടിയാണ്, ഞാൻ പരമചെറ്റയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് പുള്ളി നാമാവിശേഷമാകുകയാണ്. മനസ്സിലായോ? എങ്കിൽ കൂടിയും അവിടെ കണ്ടന്റ് കൊണ്ടുവരുന്നതിൽ 1ാം സ്ഥാനം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രതീഷ് തന്നെയാണ്. അപ്പോൾ 3ാം സ്ഥാനം രതീഷിന് കൊടുക്കും. 4ാം സ്ഥാനം റോക്കി ഇന്നും തന്റേതായ ഒരു സ്ഥാനം റോക്കിക്ക് അവിടെയുണ്ട്. റോക്കി ആരെയും വിട്ടുകൊടുക്കുന്നില്ല. റോക്കിക്ക് സംസാരിക്കാൻ അറിയാം. പോയിന്റുകൾ എടുത്ത് പറയുന്നുണ്ട്. ചിലയിടത്തൊക്കെ പോയിന്റുകൾ വളരെ കൃത്യമായിട്ട് എടുത്തു പറയുന്നുണ്ട്. അതോടൊപ്പം റോക്കിയുടെ ഒരു നെഗറ്റീവ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്നറിയാമോ, വാവിട്ട വാക്കുകൾ പലപ്പോഴായിട്ട് വരുന്നുണ്ട്. അതായത് ഇന്ന് ജാസ്മിന്റെ കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ
നീ ഈ 4 ദിവസം കൊണ്ട് ഒരിടത്ത് പ്രണയം തോന്നുമോ, ഒരാളടുത്തോട് ഇങ്ങനെ അടുപ്പം തോന്നുമോ, വീട്ടിൽ നിന്ന് ഇങ്ങനെ എന്നെ പറഞ്ഞു, ഇതിനൊക്കെ വീട്ടുകാർ സമ്മതമാണോ എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് ജാസ്മിനോട്. ജാസ്മിൻ അത് പൊട്ടിത്തെറിക്കുന്നത്, ജാസ്മിൻ ഒരുപാട് കരയുന്നൊക്കെ ഉണ്ട്. ജാസ്മിൻ ഈ കരച്ചിലും ജാസ്മിന്റെ ഒരു വീക്ക്നെസ് ആയിട്ട് എനിക്ക് തോന്നുന്നു. അതുപോലെ ജാസ്മിൻ കൂടുതൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഗബ്രിയെ സപ്പോർട്ട് ചെയ്യുന്നതും ജാസ്മിന് ഒരു നെഗറ്റീവ് പോയിന്റ് ആയിട്ടുള്ള വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതൊക്കെ മാറി കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്ത നമ്മൾ പറയുകയാണെങ്കിൽ പിന്നെ മുടിയന്റെ പേര് പറയണം. മുടിയൻ കഴിഞ്ഞ കളി, അതായത് ഇന്നലെയൊക്കെ നല്ല ആക്റ്റീവ് ആയിരുന്നു, പക്ഷെ ഇന്ന് അത്ര ആക്റ്റീവ് ഒന്നുമല്ല, എങ്കിലും വളരെ തീരെ തെറ്റില്ലാത്ത രീതിയിൽ പോകുന്നു എന്നുള്ളതാണ് മനസ്സിലായത്. ഇന്നത്തെ ദിവസം വലിയ ആക്റ്റീവ് ഒന്നുമല്ല. ഞാൻ പറഞ്ഞ ഈ 4 പേര്, ഒന്ന് ഷിജോ, ജാസ്മിൻ, രതീഷ്, റോക്കി, ഈ 4 പേരാണ് ഇപ്പൊ ടോപ്പിൽ നിൽക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ ഞാൻ ടോപ്പ് അടിസ്ഥാനത്തിലല്ല പറയുന്നത്, വെറുതെ അവരുടെ ഈ 4 ദിവസത്തെ കളിയെ നമ്മൾ വിലയിരുത്തുകയാണ്, മനസ്സിലായോ. പിന്നെ ജാൻമണിയും വലിയ പ്രശ്നമില്ലാതെ 4 ദിവസം ഒരു ആവറേജ് കണ്ടന്റ് നൽകിക്കൊണ്ട് പോകുന്നുണ്ട്. എല്ലാവരും സംസാരിക്കുന്നു. ജാൻമണിക്ക് മലയാളം നല്ല രീതിയിൽ അറിഞ്ഞില്ല കൂടി നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഈ പറയുന്ന ഡിബേറ്റിലായിക്കോട്ടെ അല്ലെങ്കിൽ ചാലഞ്ച് ടാസ്കിലായിക്കോട്ടെ, അവിടെയും കൃത്യമായി പോയിന്റുകൾ എടുത്തിട്ട് കൊണ്ട് സംസാരിക്കുന്നു. ബിഗ് ബോസിനോടും സംസാരിക്കുന്നത് വളരെ കൃത്യമായിരുന്നു. ഇനി ഗബ്രി ഇവ 2 ദിവസം കൊണ്ട് ഗബ്രി കയറി വരുന്നുണ്ട്. ഗബ്രി നല്ല രീതിയിൽ സംസാരിക്കുന്നു, പിന്നെ ഗെയിമുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നുണ്ട്. പക്ഷെ ഈ ഗബ്രിയുടെ എല്ലാ വിഷയം, ഗബ്രി പറയുന്ന പോയിന്റുകളോടെല്ലാം ഞാൻ യോജിക്കുന്നു വെച്ചാൽ, ഞാൻ ഒരിക്കലും ഗബ്രി പറയുന്ന എല്ലാ കാര്യങ്ങളോടും എനിക്ക് അത്ര യോജിപ്പൊന്നുമില്ല. അവൻ ഉണ്ടാക്കുന്ന ആ ഗെയിം ഒരു പ്രോപ്പർ ആയിട്ടുള്ള വേ ആണെന്ന് വെച്ചാൽ എനിക്ക് ഇതില്ല നിർഭയം. കാരണം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ തന്നെ ഈ പറയുന്ന എന്താണ് നമ്മുടെ ഈ പവർ ടീമിന് ഒരു പവർ ഉണ്ടല്ലോ, ആ പവർ ഉപയോഗിക്കുന്നത് ഗബ്രി പറയുന്നത് നിനക്ക് ആഹാരം തരത്തില്ല, അങ്ങനെ രീതിയിലാണ് ഗബ്രി ചിന്തിക്കുന്നത്. അതായത് ഇപ്പം നോറ ആഹാരം കഴിച്ചുകൊണ്ട് നിന്നപ്പോൾ ഈ ആഹാരം കഴിക്കണ്ട എന്നുള്ള ആ രീതിയിലുള്ള ആ പവറിനെ ഏത് രീതിയിൽ ഉപയോഗിക്കണമെന്ന് ഗബ്രിക്കല്ല. എനിക്കെല്ലാം അറിയാം എന്നുള്ളൊരു ഭാവം ഗബ്രിക്കുണ്ടെങ്കിലും, പക്ഷെ ഗബ്രി എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായിട്ട് പോകുന്നതായിട്ട് എനിക്ക് അവിടെ തോന്നുന്നു. അവിടെയും ഗബ്രിയും എന്ത് ചെയ്യുന്നു, ജാസ്മിൻ ഒരു ഫേവറിസം ഗബ്രിയും കൊടുക്കുന്നുണ്ട്. അടുത്ത അപ്സര ആൽബി. ഇന്നത്തെ ദിവസം അപ്സര ആൽബി നല്ല രീതിയിൽ കയറി വരുന്നുണ്ട്. അപ്സര ആൽബി തുറന്ന് സംസാരിക്കുന്നു, ഡിബേറ്റിലൊക്കെ നല്ല രീതിയിൽ തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. ഇന്നലെ മുടിയനുമായിട്ടുള്ള ഒരു ഫൈറ്റ് നമ്മൾ കണ്ടു. അതിലും അപ്സര ആൽബി മുടിയൻ ഒട്ടും വിട്ടുകൊടുത്തില്ല, മുന്നിൽ തന്നെയാണ് അപ്സര ആൽബി നിന്നിട്ടുള്ളത്. അപ്പം അപ്സര ആൽബി നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ തുറന്ന് പിന്നീട് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്സര ആൽബി. അടുത്ത ശ്രീലേഖ എന്നുള്ള കണ്ടസ്റ്റന്റ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ ശോഭാ വിശ്വനാഥിനെയാണ്. ശോഭാ വിശ്വനാഥിനെ പോലുള്ള ഒരു തരത്തിലേക്ക് വരുന്നത് ഭയങ്കര കൂക്കടാണ്. ഇപ്പൊ ചിന്തിക്കുന്നുണ്ട്, കണ്ടന്റ് തരുന്നുണ്ട്. ഇപ്പം കുറച്ച് ഈ പറയുന്ന പവർ ഇതൊക്കെ കിട്ടി കുറച്ച് വാശിയും കാര്യങ്ങളൊക്കെയാണ്, മനസ്സിലായി. ഒരു വാശിയും ഇപ്പം അവരുടെ മുഖത്തൊക്കെ ഒരു വൈരാഗ്യ ബുദ്ധിയും അല്ലെങ്കിൽ ഒരു ക്രൂഡ്നെസ്, ഒരു ക്രൂഡ് ലുക്കൊക്കെ ഉണ്ട് അവർക്ക്. അപ്പൊ അതിനർത്ഥം അവര് ഈ ഗെയിമിലേക്ക് ഇൻവോൾവ് ആയി എന്നും ഇനി അവരെ അങ്ങോട്ട് ഒരു കണ്ടന്റ് മേക്കർ ആവും, പല രീതിയിലുള്ള കണ്ടന്റുകൾ തരും, ആർക്കും ഞാൻ ഇനി വിട്ടുകൊടുക്കത്തില്ല, ഞാൻ ഇനി എല്ലാവരും അടിച്ചിരുത്തും എന്നുള്ള ഒരു മനോഭാവത്തോടെയാണ് അവരിപ്പോൾ ഇരിക്കുന്നത്. അതായത് ആ ശോഭാ വിശ്വനാഥിന്റെ കഴിഞ്ഞോട്ട് ശോഭാ വിശ്വനാഥ് വന്ന ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് ആര് വരുന്നുണ്ട്, ശ്രീലേഖ വരുന്നുണ്ട്. അടുത്ത ശരണ്യ ആനന്ദും ഇന്നത്തെ ദിവസം വളരെ ആക്റ്റീവായിരുന്നു. ഡിബേറ്റിലായിക്കോട്ടെ നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ശരണ്യ ആനന്ദും എന്ത് ചെയ്യുന്നുണ്ട്, കയറി വരുന്നുണ്ട്. ജിൻഡോയുടെ കേസ് പറഞ്ഞ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമാളി എന്ന് വെച്ചാൽ ഒരു ജോക്കർ, നമുക്ക് ചിരി വരും. ജിൻഡോ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു ചിരിയുണ്ട്. പുള്ളി പറയുന്നത് പല അബദ്ധങ്ങളുമാണ്. ആള് ശുദ്ധനാണെന്ന് എനിക്ക് തോന്നുന്നത്. ആള് ശുദ്ധനാണ്, പക്ഷെ പറയുന്നത് അസ്ഥാനത്തുള്ള പറച്ചിലും അസ്ഥാനത്തുള്ള സ്റ്റേറ്റ്മെന്റ്. ഇന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്, യമുന റാണിയുടെ അടുത്ത് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്, നീ ബാത്റൂമിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്റെ ബോഡി ഷോ കാണിച്ചു തരാം എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്, അതൊന്ന്. രണ്ടാമത് വളരെ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. യമുന റാണി ആയതുകൊണ്ട് അതിനെ ആ ലെവലിൽ വിട്ടു. പിന്നീട് ഏതാണ് ഈ പറയുന്ന നമ്മുടെ ഡിബേറ്റ് ടാസ്കിൽ നിങ്ങളൊരു തീരുമാനം പറയുമ്പോൾ ഞാൻ നിന്ന് ആലോചിക്കട്ടെ, എനിക്കൊരു 10 സെക്കൻഡ് തരും. ഞാൻ ആ പറയുന്നതൊക്കെ നമുക്ക് ഒരു ചിരി ഉളവാക്കുന്നുണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കണ്ടന്റുകൾ കിട്ടും എന്നുള്ളതും, അതുപോലെ അത്യാവശ്യം വോട്ടൊക്കെ ഈ പറയുന്ന ജിൻഡൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അൺഒഫീഷ്യൽ പോളുകളിൽ. അടുത്ത സുരേഷിന് വെച്ച് സുരേഷ് ഇന്നലെ ഈ പറഞ്ഞ ആരുമായിട്ടുള്ള പ്രശ്നം, നമ്മുടെ രതീഷുമായിട്ടുള്ള പ്രശ്നം അല്ലെ, രതീഷുമായിട്ടുള്ള പ്രശ്നത്തിൽ സുരേഷ് എടുത്തതിനെ സെക്ഷൽ ഹരാസ്മെന്റ് ചെയ്തു. രതീഷിനെ സെക്ഷലി ഹരാസ്മെന്റ് ചെയ്തു എന്ന് പറഞ്ഞതിൽ നിന്ന് സുരേഷും ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്.
പിന്നെ അതിനെ തുടർന്നാണ് എന്ത് ചെയ്തത്, രതീഷ് ഞാൻ ക്വിറ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ള പൊറോട്ട നാടകമൊക്കെ നടത്തിയത്. അപ്പൊ സുരേഷും കുറച്ച് സംസാരിച്ചു തുടങ്ങി, പക്ഷെ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് വെച്ചാൽ അറിയില്ല. അടുത്തോട്ട് ആരെങ്കിലും എവിക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. എവിക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് പോകുന്നത് സുരേഷ് ആയിരിക്കും, കാരണം അത്രയ്ക്ക് വോട്ട് കുറവാണ് അൺഒഫീഷ്യൽ പോളുകളിൽ. അടുത്ത അർജുനന്റെ കേസ് വളരെ കാമായിട്ടാണ്, ഇതുവരെയായിട്ട് ഒരു നെഗറ്റിവിറ്റി കൊണ്ടുവന്നിട്ടില്ല. ആരെയും ഒരു നെഗറ്റീവായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പറയുകയോ ഒരു നെഗറ്റീവ് തോട്ട് എടുക്കുകയൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ പുള്ളി കുറച്ചും കൂടി ആക്റ്റീവ് ആകുന്നുണ്ട്, എല്ലാത്തിനും ഇൻവോൾവ്മെന്റ് ഉണ്ട്. ഒരു അങ്ങോട്ട് കയറിയുള്ള ഒരു 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 പ്രകടനം നമ്മൾ കണ്ടു. ചിലപ്പോൾ ക്യാപ്റ്റൻ ആയതുകൊണ്ടാവാം ഇപ്പൊ ഒന്ന് ക്യാപ്റ്റൻ ആകുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട എന്ന് കരുതി കാണും. പക്ഷെ കയറി വന്നു കഴിഞ്ഞാൽ പൊളിപ്പം ഒരു 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 മത്സരാർത്ഥി ആയിരിക്കും ആരും അർജുൻ. അടുത്ത നോറയുടെ കേസ് പറഞ്ഞാൽ, നോറ ഇപ്പം ഭയങ്കര കുറച്ച് ആക്റ്റീവാണ്, സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഡിബേറ്റിലായിക്കോട്ടും സംസാരിച്ചു, പക്ഷെ ഭയങ്കര കരച്ചിലും കാര്യങ്ങളും. ഈ പറയുന്ന ജാസ്മിൻ ഈ പറയുന്ന ഇത് ഡിബേറ്റിൽ അവളെ കുറ്റം പറഞ്ഞു, അതിന് വേണ്ടി അതിന് കരച്ചില് ത്രൂ ഔട്ട് കരച്ചിലാണ്. അതാണ് അവളെ ഏറ്റവും വലിയൊരു വീക്ക്നെസ്. ജാസ്മിനും സിജുവും ആയിക്കോട്ടെ, അത് ഗെയിമാണ്. ആ ഗെയിമിനെ ഗെയിമായിട്ട് എടുക്കാനുള്ള ഒരു ബുദ്ധി അല്ലെങ്കിൽ എന്താ നോറയ്ക്കില്ലാതെ പോയി. നോറ കയറി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കും. അടുത്ത ശ്രീതു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് തന്നതായിട്ട് എനിക്ക് ഇതുവരെയായിട്ട് തോന്നിയിട്ടില്ല. വെറുതെ എവിടെയൊക്കെ ഇരിക്കുന്നു, ഒത്തിരി കാണാനൊക്കെ കൊള്ള, അപ്പുറത്തിരിക്കുന്നു, നോക്കുന്നു, ചെറുതായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞു പോകുന്നല്ലാതെ ശ്രീതു ഇതുവരെയായിട്ടും ഗെയിമിലോട്ട് വന്നിട്ടില്ല, ഇതുവരെയായിട്ടും പുറത്ത് വന്നിട്ടില്ല. ഇപ്പോഴും ഒരു 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 സേഫ് ഗെയിം കളിക്കുന്നത് പോലെ കുറച്ച് ആരാധകരുണ്ടല്ലോ, കുറച്ച് വോട്ട് കിട്ടും, കുറച്ചു കാലം എനിക്ക് പോകാൻ കഴിയും എന്നുള്ളത് കൊണ്ട് അവിടെ നിൽക്കുന്ന ശ്രീതു ഇതുവരെയായിട്ടും ശ്രീതുവിന്റെ ഗെയിം ഞാൻ കണ്ടില്ല. അടുത്ത അൻഷിബയുടെ കേസ് പറഞ്ഞു. അൻഷിബ ഇന്നൊരു തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഗബ്രിയുടെ അടുത്ത്. ഗബ്രി ഈ പറഞ്ഞതുപോലെ ആരൊക്കെയാണ് നമ്മുടെ ജാസ്മിനെയും ഈ പറഞ്ഞ പിന്നീട് റസ്മിൻ ബായിക അടുത്ത് ഇരുത്തിയപ്പോൾ ഈ പറയുന്ന ആരാണ് നമ്മുടെ അൻഷിബ എന്ന് പറയുന്നുണ്ട്, ഈ പെണ്ണുങ്ങളെ അടുത്തിരിക്കുന്നത് മോശമായിട്ടുള്ള കാര്യമല്ലേ എന്നുള്ള ഒരു റോങ് സ്റ്റേറ്റ്മെന്റ് അൻഷിബ അവിടെ പറയുന്നത്. എന്തുകൊണ്ടാണ് അൻഷിബ അത് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്ത് ചെയ്തോ വികാരത്തിലാണ് അത് പറഞ്ഞത് എന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. ഇനി അൻഷിബയ്ക്ക് വേറെ എന്തെങ്കിലും ചിന്തയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അതൊരു റോങ് സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. അത് ഗബ്രി നല്ല രീതിയിൽ ആളി കത്തിക്കുന്നുണ്ട്. പിന്നെ അത് സോൾവ് ആയി. പിന്നെ അൻഷിബ നീ എന്ത് ചെറ്റ്, നിനക്ക് ഉളുപ്പുണ്ടോടി എന്നൊക്കെ അൻഷിബ എടുത്ത് ചോദിക്കുന്നുണ്ട്. അൻഷിബയുടെ അടുത്ത് ഇവൻ എന്ത് ചെയ്യുന്നു, വെള്ളം കൊണ്ടുവരാൻ പറയുന്നു. അൻഷിബ നേരെ പോയിട്ട് ഈ അഴുക്ക വെള്ളം കൊണ്ട് ഈ പറയുന്ന ഈ വാഷ് ബേസിൽ നിന്ന് പോകുന്ന വെള്ളം കൊണ്ട് കൊടുക്കുന്നു. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ നടക്കുന്നത്. അപ്പം അൻഷിബ കാമായിട്ട് കൊയിറ്റായിട്ട് നിൽക്കുന്നത് ഇതുപോലുള്ള ഇടയ്ക്കുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതൊരു ഗുരുതരമായ പ്രശ്നങ്ങളാണ്, നമുക്ക് നോക്കാം, കയറി വരുമെന്നൊക്കെ നോക്കാം. അടുത്ത യമുന റാണി ഇന്ന് കുറച്ച് ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇന്ന് തനിക്കെതിരെ വന്ന ആരോപണം, അതായത് ബാത്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്റെ ബോഡി ഷോ കാണിച്ചു തരാം എന്ന് പറയുന്ന ആടം വളരെ പവർഫുൾ ആയിട്ട് എതിർക്കുന്നുണ്ട്, അതിനെ ഖണ്ഡിക്കുന്നുണ്ട്. ആര് ഈ പറയുന്ന ജിൻഡോയ്ക്ക് എല്ലാം പോയ മട്ടിൽ ജിൻഡോ ഞാൻ പറഞ്ഞ വലിയൊരു അപരാധമെന്ന് ജിൻഡോയ്ക്ക് അപ്പം മനസ്സിലാവുന്നത് യമുന റാണിയുടെ ആ ഒരു പറച്ചിലാണ്. യമുന പറഞ്ഞത് നീ ജയിക്കാൻ നിനക്ക് അന്ന് ബോൾ വരെ ഞാനാണ് നിന്റെ ബാസ്കറ്റിൽ കൊണ്ടിട്ട് എന്നതും, അതുമല്ല ജിൻഡോ എന്തോ തലേണ എന്തോ എടുത്ത് മറ്റാരുടെ പെൺകുട്ടിയുടെ ദേഹത്ത് എന്തോ എറിഞ്ഞു എന്നും, ഞാൻ അത്രയ്ക്ക് നാണം കെട്ട് ജീവിക്കുന്ന വളരെ സ്ട്രോങ് ആയിട്ട് ജിൻഡോയുടെ അടുത്ത് എടുത്തടിക്കുന്നുണ്ട്. അതിൽ നിന്നും യമുന റാണി ഒരുവിധം തന്റെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പിന്നെ പറയാനുള്ള രണ്ട് കോമണേഴ്സ് ആണ് റസ്മിൻ ബായും നിഷാനയും. റസ്മിൻ ബായി കേസിൽ ഇന്ന് റസ്മിൻ ബായി ഒരുവിധം ഗെയിമിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് അല്ലെ. റസ്മിൻ ബായി ഇന്ന് ഗെയിമിലേക്ക് ഇറങ്ങി വരുന്നത് ഈ പറയുന്ന രതീഷിനോട് തട്ടിക്കയറുന്നുണ്ട്, വളരെ അഗ്രസീവ് ആയിട്ട് പിന്നീട് സംസാരിക്കുന്നു. ഇപ്പം പലയിടത്തും ഗെയിമുകൾ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ജാസ്മിന്റെ അടുത്തായിക്കോട്ടെ പലയിടത്തും പോയി ഗെയിമുകൾ പ്ലാൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഒരുവിധം ആക്റ്റീവ്, നാളെ തൊട്ട് നല്ല രീതിയിൽ റസ്മിൻ ബായി കയറി വരുന്നു. പക്ഷേ നിഷാന ഇപ്പോഴും പഴയ ലെവലിൽ തന്നെ നിൽക്കുന്ന നിഷാന ഇതുവരെയും ഗെയിമിലോട്ട് ഇറങ്ങിയിട്ടില്ല. ഇനിയെങ്കിലും ഇപ്പം നിഷാനക്കിന് ഒരാഴ്ച കൂടി ഉണ്ട്, എന്തായാലും ഇനിയെങ്കിലും നിഷാന ഗെയിമിലോട്ട് ഇറങ്ങിയില്ലെങ്കിൽ നിഷാന അവിടെ പിടിച്ചു നിൽക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഓവറോൾ ഇത്രയും കണ്ടസ്റ്റന്റുകളുടെ വിലയിരുത്തൽ. ഇന്നത്തെ 3 ദിവസത്തെ കളി കണ്ടിട്ട് ഇതിൽ നമുക്ക് എടുത്തു പറയണം ഷിജോയും ജാസ്മിനെയും എടുത്തു പറയണം. ഷിജോയെ എടുത്തു തന്നെ പറഞ്ഞു, ഷിജോ എല്ലാ കാര്യത്തിലും ഇപ്പം സംസാരിക്കാനായിട്ട് ഗെയിം പ്ലാൻ ചെയ്യാനായിട്ട് ഐഡിയ ഇടുന്നതായിട്ട് എല്ലാത്തിനും പുള്ളിയുടെ കൈയുണ്ട്. അപ്പൊ എല്ലാ ആ ഹൗസ് മെമ്പേഴ്സ് എല്ലാം ഇവനൊരു സൂപ്പർ കളിക്കാരനാണ് എന്നുള്ള ലേബൽ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു, മനസ്സിലായോ? എല്ലാവർക്കും ഷിജോ ആണ് ഈ പറയുന്ന ഷിജോ ആണ് അവിടെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് കളിക്കുന്നത്, ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഗെയിം ചെയ്യുന്നതെന്ന് അവർ തന്നെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞു. ശരി, അതുപോലെ തന്നെ ജാസ്മിനും എല്ലാ കാര്യങ്ങളും അവരുടേതായ അഭിപ്രായങ്ങൾ പറയും, പെൺപുലിയായിട്ട് വളരെയധികം ചെയ്യുന്നു. നമുക്ക് വീണ്ടും കാണാം.